ഗായത്രി, ഞാൻ കൂടെ വരുന്നില്ല. എന്നെ കൂടി കണ്ട ശ്രീകുട്ടൻ്റെ അമ്മയ്ക്ക് കൂടുതൽ വിഷമാവും. അത് കാണാൻ എനിക്കാവില്ല. ഞാൻ വരട്ടെ അമ്മ. ഒരടിയെടുത്ത് വെച്ചേക്കരുത്. ശേഖര, നിന്നോടാ പറഞ്ഞത് ഒരടി മുന്നോട്ടെടുത്ത് വെക്കരുതെന്ന്. കണ്ട തെരുക്കൂത്തുകാർക്ക് അന്തിപ്പായ വിരിക്കാനുള്ള സത്രമല്ല ഈ വാഴും കോവിലിടം. ഇവളെയും കൊണ്ട് ഈ പടിപ്പുരയ്ക്കകത്ത് കിടക്കാൻ നിന്നോട് ആര് പറഞ്ഞടാ നായെ? അച്ഛൻ? ആർക്കച്ഛൻ? ആ പദത്തിന്റെ മഹത്വം അറിയുമോടാ നിനക്ക്? കുണ്ടലിനിയെ തൊട്ടുണർത്തുന്ന 10ാമത്തെ ദ്വാരമായ നാഭിയിൽ മകനെ സംരക്ഷിച്ച് നിത്യമായ പരബ്രഹ്മത്തിൽ ശയനം കൊള്ളുന്നവനാണടാ പിതാവ്. ആ ബ്രഹ്മദേവൻ പോലും സ്വന്തം പിതാവായ അനന്തശായിയെ നമിച്ച് രാവും പകലും ജപം നടത്തുന്നു. ഇതൊക്കെ നിനക്കറിയാമായിരുന്നെങ്കിൽ നീ പേക്കോലവും കെട്ടി എന്റെ മുന്നിൽ വന്ന് നിൽക്കില്ലായിരുന്നു ശേഖര. കടക്കടാ പുറത്ത്. പോകാച്ച, അച്ഛന്റെ ഏതൊരു ആജ്ഞയും അനുസരിക്കാൻ തയ്യാറാണ് ഞാൻ. ഒരിക്കലും വാഴും കോവിലിടത്തിന്റെ പകിട്ടും മേലാപ്പം കണ്ട് ഭ്രമിച്ചവനല്ല ഈ ശേഖരൻ. മറിച്ച് ഈ പടിപ്പുരക്കപ്പുറവും മനുഷ്യ ജീവിതങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചവനാണ് ഞാൻ. ഭദ്ര, ചേട്ടാ, അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ? അല്ല, ആരൊക്കെയാ ഇത്? വാ മക്കളെ. തമ്പുരാട്ടി അകത്ത് കിടക്ക്. വരൂ. വാ മക്കളെ. തമ്പുരാട്ടി, ഇതാരാ വന്നിരിക്കണേ നോക്കിയേ. എന്റെ പെരിങ്ങോട്ടുകര ദേവരെ, അവസാനം എന്റെ പ്രാർത്ഥന നീ കേട്ടു. സുജാതെ, ഞാൻ എന്തെങ്കിലും അരുതാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. അയ്യോ, അങ്ങനൊന്നും പറയില്ലേ. മനസ്സുരുകി വിളിച്ച തേവര് വിളി കേൾക്കാതിരിക്കൂ. തമ്പുരാട്ടി, ഞാൻ പോയി ചായ എടുത്തിട്ട് വരാം. മോളിങ്ങ വാ. എന്റെ മോക്ക് നല്ല മനസ്സാ. അത് കാണാനുള്ള ശേഷി ഈശ്വരൻ എനിക്ക് തന്നില്ല. തന്നിരുന്നെങ്കിൽ എന്റെ മോൻ പോകില്ലായിരുന്നു. അവന്റെ മനസ്സിൽ തീ കോരിയിട്ടത് ഞാനാ. ആ വിഷമത്തോടെ എന്റെ പൊന്നുമോൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അവൻ വരും, അവൻ തീർച്ചയായിട്ടും വരും. അല്ലേ മോളെ? ഇങ്ങനെ പ്രയാസപ്പെടാതെ തമ്പുരാട്ടി. സുഖമില്ലാത്തതല്ലേ? മനസ്സിന്ന് വല്ലാത്തൊരു ഭാരം ഒഴിഞ്ഞ പോലെ എന്റെ തേവര്. ഞാനൊരു കാര്യം ചോദിച്ച സുജാത കേൾക്കോ?
എന്താണാവോ? വിരോധമില്ലെങ്കിൽ ഗായത്രി മോളെ 1-2 ദിവസം എന്റെ കൂടെ. തനിക്ക് പശുവിനെ വാങ്ങാൻ ഞാൻ ലോൺ തന്നു. താൻ തൊഴുത്തടക്കം വിറ്റ് വെള്ളം ഒഴിച്ചു. കഴിഞ്ഞ വർഷം വീട് വെക്കാൻ 60,000 രൂപ തന്നു. താൻ വീട് സ്ഥലവും വിറ്റ് ഡെറാഡൂണിലേക്ക് ഉല്ലാസയാത്ര പോയി. എന്നിട്ട് വീണ്ടും നടക്ക ലോണ് ലോണ് ലോണെന്നും പറഞ്ഞു. തനിക്ക് ലോണുമില്ല, ഒരു കോണാനുമില്ല. കടന്നു പോണ പുറത്ത്. അയ്യോ എന്റെ പ്രസിഡന്റ്, കോണാനൊന്നും എനിക്ക് വേണ്ട. അത് അഴിച്ചിട്ടുള്ള പരിപാടിക്ക് ഒരു കക്കൂസിനുള്ള ലോണെങ്കിലും എനിക്കും എന്റെ കുടുംബത്തിന് സാറ് തരണം. അത്രയ്ക്ക് മോശമാണ് ഞങ്ങളുടെ സ്ഥിതി. പഞ്ചായത്തിൽ നിന്ന് അതിനും ഇതിനും ഒന്നും പറഞ്ഞ് ലോണും തരപ്പെടുത്തി ആ കാശ് കൊണ്ട് മൂക്കുമുട്ട തിന്നിട്ട് അത് തൂറിക്കളയാൻ കക്കൂസിനും പഞ്ചായത്ത് ലോൺ തരണോടോ? താൻ വല്ല പാറപ്പുറത്ത് വരുന്ന കാര്യം സാധിക്കും. അവന്റെ ഒരു ചക്കൂസ്. സാറധികം പറയാനൊന്നും വേണ്ട, തെരഞ്ഞെടുപ്പാ വരുന്നേ. ഭീഷണിയാന്നോ? ആണെങ്കിൽ താന്നെ ഞൊട്ടും. ഈ പഞ്ചായത്തിലെ 90% വോട്ടും ഈ RP-യുടെ പേരിൽ ബാങ്കിൽ ഇട്ടിരിക്കുന്ന പോലെയാ. റേഷൻ കാർഡ് പോലും പണയപ്പെടുത്തി ഇറക്കുന്ന തന്റെ വോട്ടൊന്നും വേണ്ട എനിക്ക് ജയിക്കാൻ. ഇറങ്ങിപ്പോടൂ. തൽക്കാലം ഞാൻ പോകുന്നു. ഇനി എപ്പ വരണം? ഇനി ഇങ്ങോട്ട് വരണ്ട. ലോണ് പോടോ. ടൂറ് കൊണ്ടുപോകാഞ്ഞിട്ടായിരിക്കും തുള്ളപ്പനി. പ്രസിഡന്റ് സാറേ. ആ മോള് വാ. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയി പോയാൽ ആരെയൊക്കെ സഹിക്കണം, എന്തിനെയൊക്കെ സഹിക്കണം. മോളിരിക്കേ. വാഴങ്കോവിലടുത്തേക്ക് വന്നു അല്ലേ? നന്നായി. ഇതോടെ ഭദ്രൻ തമ്പുരാന്റെ കളി അവസാനിക്കും. അതിനുള്ള വെടിമരുന്നല്ലേ എന്റെ കയ്യിലിരിക്കുന്നത്. ഇത് 977 ചാത്തോത്ത ഗോവിന്ദൻകുട്ടി നായർ പ്രസിഡന്റ് ആയിരുന്ന കാലത്തെ ഫയല. വാഴങ്കോവിലിടത്തിൽ ശേഖരൻ തമ്പുരാനും മുത്താറിക്കാലയിൽ സുജാതയും തമ്മിൽ വിവാഹിതരായതിന്റെ ഔദ്യോഗിക രേഖ. സത്യം പറയാലോ, ഉറക്കത്തിൽ ഞാൻ എത്രയോ പ്രാവശ്യം എന്റെ ഭാര്യയുടെ കഴുത്തിന് പിടിച്ച് ചെക്കിയിട്ടുണ്ട്. ഇതാരോ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന സ്വപ്നം കണ്ടിട്ട്. എത്രയും പെട്ടെന്ന് ഇത് അഡ്വക്കേറ്റ് സതീദേവി ഏൽപ്പിക്കണം. ഇത് വെച്ച് കോടതിയിൽ 2 ആളെ കലക്കിയാൽ ഭദ്രൻ തമ്പുരാൻ കുറ്റിയും പറിച്ചോടും. കേസ് എപ്പ ജയിച്ചു എന്ന് ചോദിച്ചാൽ മതി. വളരെ ഉപകാരം. ഈ RP ആക്കിയ ശേഖരൻ തമ്പുരാനോടുള്ള കടപ്പാട് ഇങ്ങനെയെങ്കിലും നിറവേറ്റാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മോള് പോയിട്ട് വരും. എന്ന് ഞാൻ ഇറങ്ങട്ടെ. എല്ലാം നന്നായി വരും. മോളെ ഒന്ന് കരുതലോടുകൂടി ഇരുന്നോണം. നമസ്കാരം. ബ്ലോക്ക് ഓഫീസ് വരെ പോയിട്ട് വരട്ടെ. ബ്ലോക്ക് ഓഫീസ് വരെ പോയിട്ട് വരട്ടെ. താനിതുവരെ പോയില്ല. ഫയലകത്ത് വെച്ചേ. താനെന്താ പാടത്തെ നോക്കൂത്തി പോലെ പഞ്ചായത്ത് ഓഫീസിന് കണ്ണു തട്ടാതിരിക്കാൻ നിൽക്കുക? എന്റെ പൊന്നു പ്രസിഡന്റ്, വിവരമില്ലാതെ വല്ലതും പറഞ്ഞൊന്നും വെച്ച് എന്റെ കക്കൂസിന്റെ കാര്യം പരിഗണിക്കാതിരിക്കരുത്. എത്ര നാളായി 2 കല്ലിന്റെ മുകളിൽ കയറിയിരിക്കുന്നത്? തനിക്കിരിക്കാൻ 2 കല്ലെങ്കിലും ഉണ്ട്. അതുപോലും ഇല്ലാത്ത എത്രയോ സാധുക്കൾ ഈ പഞ്ചായത്തിലുണ്ടെന്ന് തനിക്കറിയാമോ? തനിക്കിനി ലോൺ അനുവദിച്ചാൽ നിമിഷം ആ കല്ലെടുത്ത് മാറ്റിയേക്കാം. ആ നിമിഷം നാട്ടുകാരന്റെ ചെവിക്കല്ലടിച്ചു മാറ്റും. താൻ പോയെ. തനിക്ക് ലോണും ഇല്ല, കൂണുമില്ല. മനസ്സിലാവില്ല, 2 അടിച്ചിട്ട് വരാം. അപ്പോ ഭദ്രൻ തമ്പുരാനെ ചങ്ങലക്കിടാൻ തീരുമാനിച്ചു അല്ലേ ഗായത്രി? അതെ, എന്റെ വീട്ടിൽ നല്ല ഒന്നാന്തരം പട്ടിച്ചങ്ങലുണ്ട്. അത് മതിയോ ഗായത്രി? ഭദ്രൻ തമ്പുരാൻ ആയതുകൊണ്ടേ ആനച്ചങ്ങല തന്നെ വേണ്ടി വരും. ആനച്ചങ്ങല അല്ലടാ, തൊടല്. നല്ല ഒന്നാന്തരം തൊടല്. എന്റെ ഈശോയെ, ഒരു വിജയം ഞങ്ങളുടെ കോർട്ടിലും തരണേ. വിജയപരാജയത്തിന്റെ കണക്കല്ല തോമസ് ഇത്. എന്റെ അവകാശമാണ്. എനിക്കൊരു അച്ഛനുണ്ടെന്നുള്ള അവകാശം. അതാരെതിർത്താലും ഞാൻ സ്ഥാപിച്ചു തന്നെ എടുക്കും. അശോകേട്ടൻ വരൂ, അകത്തേക്കിരിക്കാം. ഞാനും ശ്രീകുട്ടനും ഒരേ റെജിമെന്റിലായിരുന്നില്ല ജോലി ചെയ്തിരുന്നത്. പക്ഷേ കാണാതായ ദിവസം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു ബന്ദിപ്പൂരിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പില്. ഈ സമയത്താണ് ക്യാമ്പിനടുത്തുള്ള റോക്ക് ഹില്ലിൽ ഉരുൾപൊട്ടലുണ്ടായെന്ന സന്ദേശം ലഭിച്ചത്. ഉടൻ തന്നെ ഞങ്ങൾ 60 പേരെ അവിടേക്ക് ഡിപ്ലോയ് ചെയ്തു. ചേട്ടാ, വരൂ, നമുക്ക് ചായ കഴിക്കാം.